നനവുള്ള തുപ്പരിനാൽ തൊടല്ലേ മുസ്ഹഫിൽ. ഇബ്നുൽ ഹജർ പറയുന്നു തന്റെ ഫതാവയിൽ, നീ മുസ്ഹഫിൽ നിന്നും നജസ് നീക്കേണ്ടതാ. നഷ്ടം ഭവിച്ചാൽ തന്നെയും ചെയ്യേണ്ടതാ. സയ്യിദുന ഉസ്മാൻ തന്റെ ചോര തെറിച്ചതിൽ വീണല്ലോ ഫസയക്ഫികഹും ആയത്തതിൽ. വധിക്കപ്പെടുമ്പോൾ മുസ്ഹഫും അടുത്തുണ്ട്, നീക്കിക്കളഞ്ഞുടൻ രക്തവും എന്നുണ്ട്. അൽ കഹ്ഫിലാ ഖുർആന്റെ മദ്യം അറിയണേ, അതിലുള്ള വലിയ തലത്വഫാണെന്നോർക്കണേ. ഇതുപോലെ ബുസ്താൻ ആരിഫീനയിലുള്ളതാ, 199 വിവരിച്ചതാ. ഓതാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, മണവസ്തു പൂശിയിരിക്കലും പതിവാക്ക്. ഖിബ്ലയ്ക്ക് നേരെ ഇരിക്കലും വേണ്ടുന്നതാ, ചാരാതെ നേരെ ഇരുന്നതോതേണ്ടുന്നതാ. മുസ്ഹഫ് ഉയർത്തി തന്നെ വെച്ചേതേണ്ടതാ, അത് മടിയിലായാൽ തന്നെയും മതിയായതാ. നിവൃത്തിയുള്ള സ്ഥലത്തിരുന്നോതേണ്ടതാ, അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ. ഇടയിൽ കലാമില്ലാതെ ജിക്കൽ വേണ്ടതാ, ആവശ്യമെങ്കിൽ ദൂഷ്യമില്ലെന്നുള്ളതാ. അഴകുള്ള വസ്ത്രം കൊണ്ടു നീ ചമയേണ്ടതാ, നീരാജ സദസ്സില്ലെന്ന മട്ടിൽ വേണ്ടതാ. 40 ദിനത്തിൽ 30 തീർക്കേണ്ടതാ, 40 കവിഞ്ഞാൽ യുക്റഹു എന്നുള്ളതാ. ഫുഖഹാക്കളിൽ പല പണ്ഡിതർ പറയുന്നതാ, അഹ്മദ് ഇമാം തങ്ങൾക്കതിൽ നസ്സുള്ളതാ. തീർക്കുന്ന സമയം തന്നെ നീ തുടങ്ങേണ്ടതാ, അത് മുഫ്ലിഹൂൻ വരെയെങ്കിലും ഓതേണ്ടതാ. മുസ്ഹഫിനി നോക്കാതോതിയാൽ ഫലമായിരം, അത് നോക്കി ഓതലിലുണ്ടടോ 2000. ഉവൈസിനുള്ള റിവായത്തിൽ ഇത് വന്നതാ, ഗാലിയത്തിൽ മാവാഇദിൽ വിവരിച്ചതാ. ഹിക്മത്ത് താ ഞങ്ങൾക്ക് നീ ദയ്യാനേ, നിത്യം അതേറ്റി തരണമേ മന്നാനേ. ഗുണം ചെയ്യണേ നിനക്കുള്ള നബിമേരെന്നും എന്നുള്ളതാണ് പറയുവാൻ എനിക്കെന്നും.